Good evening everyone and welcome to Post Market Brief. ഇറാൻ-ഇസ്രായേൽ സംഘർഷം അതിതീവ്രമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു വിഭാഗങ്ങളും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു തിരിച്ചുവരവാണ് രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായും ക്രൂഡ് ഓയിൽ പ്രൈസസിലുണ്ടായിട്ടുള്ള ഒരു വില തകർച്ചയാണ് ഇതിൻ്റെ കാരണം. ഇതിനെ തുടർന്നുകൊണ്ട് തന്നെ ഏഷ്യൻ വിപണികളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ടെറിട്ടറിയിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. ഇതിനെ പിന്തുടർന്നുകൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയും പോസിറ്റീവായി ആരംഭിച്ചു. നിഫ്റ്റി 15 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. തുടർന്ന് 1% ഉയർന്ന് 228 പോയിന്റിന്റെ നേട്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടാക്കിയത്. ഒപ്പം ബാങ്ക് നിഫ്റ്റിയും 417 പോയിന്റിന്റെ നേട്ടം കരസ്ഥമാക്കി. ഫിൻ നിഫ്റ്റി 227 പോയിന്റാണ് ഇന്ന് നേട്ടം ഉണ്ടാക്കിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ കറക്ഷനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി സൂചിപ്പിക്കുന്നത്. കാരണം ഇറാനിൽ നിന്നുള്ള ഓയിൽ സപ്ലൈയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പാതയായിട്ടുള്ള സ്ട്രെയ്റ്റ് ഓഫ് ഹോർമ്യൂസ് സുരക്ഷിതമാണ് എന്ന റിപ്പോർട്ട് വന്നപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാ ഏഷ്യൻ കൺട്രീസിനെ സംബന്ധിച്ചിട്ടുള്ള ക്രൂഡ് ഓയിൽ വിലയിലുള്ള എന്ന ഒരു റിലീഫ് തന്നെയാണ് ആശ്വാസകരമായി മാറിയത്. കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് $76 പെർ ബാരലിൽ നിന്ന് $70 തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് എക്കണോമിക് ഒരു ബൂസ്റ്റ് നൽകുന്നുണ്ട്. ഒപ്പം US ഇൻഫ്ലേഷൻ ഡാറ്റ സൂചിപ്പിച്ച കഴിഞ്ഞ ദിവസം വന്ന ഇൻഫ്ലേഷൻ ഡാറ്റ കുറഞ്ഞത് അടുത്ത ദിവസം വരാനിരിക്കുന്ന ഫെഡ് മീറ്റിങ്ങിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന ഒരു സൂചന കൂടി നൽകുന്നുണ്ട്. ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒട്ടനവധി പോസിറ്റീവ് വാർത്തകൾ വന്ന ഒരു ദിവസമാണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് 14 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് 0.39% എന്ന നിലയിലേക്ക് താണു. ഒപ്പം ഫ്യൂവൽ പ്രൈസ് ഡീഫ്ലേഷൻ റേഞ്ചിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫുഡ് ഇൻഫ്ലേഷൻ കാര്യമായിട്ടുള്ള കുറവ് വന്നു. 2.5% നിന്ന് 1.7% കുറഞ്ഞു. ഒപ്പം ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ വന്നത് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ട്രേഡ് ഡെഫിസിറ്റ് ഡാറ്റ കുറഞ്ഞു എന്നൊരു വാർത്തയും വന്നത് എക്കണോമിക്ക് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഡാറ്റകൾ വന്നതുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റിയിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. വരും ദിവസങ്ങളിലും ഈ ഒരു ട്രെൻഡ് തുടരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 25,000 എന്ന ഹാർഡിൽസ് വീണ്ടും നിഫ്റ്റി തിരിച്ചു പിടിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം അടുത്ത ദിവസം വരാനിരിക്കുന്ന ഫെഡ് മീറ്റിൽ നിന്നുള്ള പോസിറ്റീവ് ഇമ്പാക്ട്സ് മൊത്തം എക്കണോമിയെ ഒരു പോസിറ്റീവായിട്ടുള്ള ടെറിട്ടറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം പ്രീ മാർക്കറ്റിൽ കാണാം. താങ്ക് യു സോ മച്ച്.